ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ് വീഡിയോ അല്ല, ഒരു ചെറിയ ട്രിക്കാണ്. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു തമിഴ് ഫാമിലി സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഇതറിയാത്ത ആരെങ്കിലും യൂട്യൂബിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഇതുപോലെ ഇൻഫർമേഷൻ കൊടുക്കാൻ നല്ലതല്ലേ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നൊരു ബിഗിനേഴ്സ്, എന്നെ പോലുള്ള ബിഗിനേഴ്സ്, ഞാൻ ബിഗിനേഴ്സാണ്, അപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അത് നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് എങ്ങനെയാണ് യോക്കും സ്കേർട്ടും ലൈനിങ്, അത് വിത്ത് ലൈനിങ്ങിൽ വെച്ച് നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുട്ടികൾക്ക് ദേഹത്ത് കൊള്ളാത്ത മീൻസ് ഇറിറ്റേഷൻ ആവാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വീഡിയോ കാണുക, കാരണം ഞാൻ എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു ആളല്ല, ഒരുപാട് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളല്ല, അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പ്ലീറ്റ്സ്, ഇപ്പോൾ ഞാനിത് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്രോക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കേർട്ട് ഓൾറെഡി പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യോക്കും നമ്മുടെ ലൈനിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഷോൾഡർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ സ്കേർട്ടിൻ്റെ നല്ല വശവും യോക്കിൻ്റെ നല്ല വശവും കൂടി ജോയിൻ ചെയ്യുക. സാധാരണ രീതിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യാതെ ലൈനിങ്ങോട് മുകളിൽ വെച്ച് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും ഒന്ന് അടിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടെൻഷൻ അങ്ങ് മാറി കിട്ടും. കാരണം യോക്കിനകത്ത് ലൈനിങ് ഓൾറെഡി ഉണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മുന്നേ കാണും, ആ ഒരു വൃത്തികേട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനി ചെയ്യേണ്ടത് പ്രധാന കാര്യം, നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കൂ, കാര്യമായിട്ട് ശ്രദ്ധിക്കൂ, എന്നാലും മനസ്സിലാവുള്ളൂ. ഈ സ്കേർട്ട്, അതിൻ്റെ മുകളിൽ യോക്ക്, അതിൻ്റെ മുകളിലാണ് നമ്മൾ സ്കേർട്ടിനുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നത്. ലൈനിങ് ചെയ്യുമ്പോൾ അറിയാലോ, നമ്മൾ സ്കേർട്ടിന് എടുത്ത പ്ലേറ്റ്സ് പോലെ വേണ്ട, കുറച്ച് വലിയ രീതിയിൽ അത്യാവശ്യം അങ്ങ് എടുത്ത് പോയാൽ മതി. അതുപോലെ തന്നെ സ്കേർട്ടിന് ഉപയോഗിച്ച അത്രയും തുണിയൊന്നും നമ്മുടെ ലൈനിങ്ങും വേണ്ട. അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെ ആദ്യം സ്കേർട്ട്, രണ്ടാമത് യോക്ക്, അതിൻ്റെ മുകളിൽ ലൈനിങ്, ഇതിൻ്റെ എല്ലാം നല്ല ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ യോക്കിൻ്റെ വരയ്ക്ക് മീൻസ് യോക്കിനകത്ത് നമ്മൾ ജോയിൻ ചെയ്തൊരു ലൈനുണ്ട്, ആ ലൈനിന് മുകളിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ആ ലൈൻ അവിടെ വിസിബിളായിട്ട് വരും, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ലതായിട്ട് പതിച്ചടിക്കണമെങ്കിൽ പതിച്ചടിക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, നിങ്ങൾ നോക്കിക്കേ, നമ്മൾ സാധാരണ ഒരു ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോഴും ഈ രീതിയിൽ ചെയ്യുമ്പോഴും നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എൻ്റെ ഇതൊരു കുഞ്ഞു കുട്ടിക്ക്, മീൻസ് ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് തയ്ച്ച ഫ്രോക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു രീതി. കാരണം ഇത് നമുക്ക് ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും, അവർക്ക് യാതൊരുവിധ കുത്തിക്കൊള്ളലുണ്ടാവത്തില്ല. അതാണുള്ള മെയിൻ പ്രശ്നം. ഏത് ഡ്രസ്സ് ഇട്ടാലും, അതുപോലെ ചെറിയവരെന്നില്ല, വലിയവർക്കും കുത്തിക്കൊള്ളൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.